സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ മാപ്പിനെ കുറിച്ചും ഗ്ലോബിനെ കുറിച്ചും ഒക്കെ പറയുകയായിരുന്നു. ഇനി ഗ്ലോബിലെ എന്തൊക്കെ ഇൻഡിക്കേഷൻസ് ആണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് ലെസണിലേക്ക് പോവാം. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അക്ഷാംശ രേഖകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇതെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ലെറ്റ് us return to the globe. It is easy to identify the north pole and the south pole on it. Rotate the globe. While it rotates, the fixed point at the top and bottom are two poles. Halfway between them is an equator more than the circle marked in figure 1.3. നമുക്ക് നോക്കാം. ആദ്യമേ ഇതാണ് നമ്മൾ ഗ്ലോബിൻ്റെ ആ ഫിഗറാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗ്ലോബിനെ രണ്ടായിട്ട് ഈ നടുഭാഗത്തൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്. ഇതിനെ നമ്മൾ ഇക്വേറ്റർ എന്നാണ് പറയുന്നത്. ഈ ഇക്വേറ്റർ എന്ന് പറയുന്നതാണ് ഭൂമധ്യരേഖ. ഭൂമിയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്നു എന്നതുകൊണ്ടാണ് ഇതിനെ ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഇത് ഈ ഗ്ലോബിൻ്റെ നോർത്തും ഏറ്റവും താഴ്ഭാഗമായിട്ടുള്ളത് നമ്മൾ ഈ ഭാഗമായിട്ട് വരുന്നത് സൗത്തുമാണ്. ഇത് നോർത്ത് ഭാഗവും ഇത് സൗത്ത്. ഈ നോർത്തിനും സൗത്തിൽ നിന്ന് ഇക്വി ഡിസ്റ്റൻ്റായിട്ട്, അതായത് നോർത്തിൽ നിന്ന് എത്രയും ദൂരമുണ്ടോ ഇക്വേറ്ററിലോട്ട് അതേ ദൂരമായിരിക്കും സൗത്തിൽ നിന്നും ഇക്വേറ്ററിലോട്ടുള്ളത്. ഇപ്പോൾ ഗ്ലോബ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ തോന്നത്തില്ല, പക്ഷേ അതങ്ങനെയാണ്. ഇക്വി ഡിസ്റ്റൻ്റായിട്ടാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്ന വര കൺസിഡർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കില്ല ഭൂമിയിൽ ഇങ്ങനെ ഒരു വരയുണ്ടെന്ന്. ഇതെല്ലാം ഇമാജിനറി ലൈൻസ് ആണ്. ഇത് നമുക്ക് ഈ ഗ്ലോബ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗ്ലോബിന് ഇതിന് നടുക്കൂടി ഒരു ഒരു ചെറിയ കമ്പി പോലുണ്ടായിരിക്കും. അതാണ് നമ്മൾ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനിലൂടെ നമ്മൾ ഈ ഗ്ലോബിനെ നമുക്ക് ഇങ്ങോട്ടും തിരിക്കാം, പിന്നെ നമുക്ക് അങ്ങോട്ടും തിരിക്കാം, അല്ലേ? അങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ അല്ലെങ്കിൽ ആ ആക്സിസിൻ്റെ ഏറ്റവും മുകൾ ഭാഗം എന്ന് പറയുന്നത് നോർത്ത് പോളും ഏറ്റവും താഴ്ഭാഗം സൗത്ത് പോളുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇമാജിൻ യു stand an equator and travel towards one of the poles. Your distance from the equator increases. Latitude measures the distance from the equator. ഈ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വാക്ക് ഇക്വേറ്ററിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയുന്നതാണ്. അറ്റ് എനി പോയിന്റ് ഓഫ് ദ ട്രാവൽ യു ക്യാൻ ഡ്രോ ആൻ ഇമാജിനറി ലൈൻ ദാറ്റ് റൺസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാരലൽ ടു ദ ഇക്വേറ്റർ. സച്ച് ലൈൻസ് ആർ കോൾഡ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഇറ്റ് ഡ്രോസ് എ സർക്കിൾ അറൗണ്ട് ദ എർത്ത്. Again, it is easy to note on the globe that largest circle is the equator, while the circles marked by the parallels of latitude grow smaller as move northwards ആൻഡ് സൗത്ത് വേർഡ്സ്. അതായത് നമ്മൾ ഇപ്പം കണ്ടില്ലേ ഗ്ലോബ്, ഈ ഗ്ലോബിൻ്റെ നമ്മൾ പറഞ്ഞു ഇക്വേഡിസൺ ആണ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക്. ഇനി ഈ ഇക്വേറ്റർ ആയിരിക്കും ഈ ലൈൻസിൽ ഏറ്റവും വലുത്. ബാക്കിയെല്ലാം ഇങ്ങോട്ട് പോകുന്നതോറും ഇങ്ങനെ നോക്കി ഈ പോൾസി വരെ ഇങ്ങനെ ഈ ലൈൻസ് ഉണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്നാണ്. ഇക്വേറ്ററിന് പാരലായിട്ട് വരുന്ന ലൈൻസിന് പറയുന്ന പേരാണ് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ഇത് നമ്മൾ പോൾസിലേക്ക്, ഇപ്പോൾ നോർത്ത് പോളിലേക്കാണേലും സൗത്ത് പോളിലേക്കാണേലും പോളിലേക്ക് വരുന്തോറും ഇത് ചെറിയ 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 വരകളായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ വരയെന്ന് പറയുന്നത് ഇക്വേറ്റർ തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ ഇക്വേറ്ററിൽ നിന്ന് ഇത് പോളിലോട്ട് പോകുന്തോറും ഈ പാരലൽസ് ലാറ്റിറ്റ്യൂഡ് ഈ നോർത്തിലേക്ക് അല്ലെങ്കിൽ നോർത്തിലേക്കുള്ളതാണെങ്കിൽ അതിലേക്കുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇക്വേറ്റർ ആയിരിക്കും ആ പോൾസിൽ നിന്ന് ഏറ്റവും ദൂരെ കൂടിയതും. അല്ലെങ്കിൽ ഈ നോർത്തിൽ നിന്നും സൗത്ത് വരെയുള്ള ഡിസ്റ്റൻസ് അല്ല പറയുന്നത്, ഈ ഇക്വേറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളെപ്പോഴും പറയുന്നത്. അപ്പോൾ ഇക്വേറ്ററിന് പാരലായിട്ടാണ് ഈ ലൈൻസ് മുഴുവൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ പാരൽ ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. അത് നമ്മളെപ്പോഴും ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ്, ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് ഇക്വേറ്ററിൻ്റെ വര പോകുന്നത്. അത് നമുക്ക് അടുത്തതിൻ്റെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം.
ലാറ്റിറ്റ്യൂഡ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ഡിഗ്രീസ്. ഡിഗ്രിയിലാണ് നമ്മൾ അതിൻ്റെ അളവ് പറയുന്നത്. ബൈ കൺവെൻഷൻ ദ ഇക്വേറ്റർ ലാറ്റിറ്റ്യൂഡ് ഈസ് 0 degree while the latitude of two poles is 90 degree north and 90 degree south respectively. And there is a connection between latitude and climate. Around the equator, the climate generally hot. As you travel away from the equator towards the two poles, so your latitude increases, the climate becomes more moderate or temperate. And closer to the north and south pole, the climate grows colder or frigid. അതായത് നമ്മൾ ഈ ലൈൻ ഉണ്ടല്ലോ ഇക്വേറ്ററിനെ ബേസ് ചെയ്താണ് നമ്മളെപ്പോഴും എന്ത് പറയുന്നത്, ക്ലൈമറ്റും പറയുന്നത്. അതുപോലെ ഇക്വേറ്ററിനെ നമ്മൾ ഡിഗ്രി 0 ഡിഗ്രിയാണ് പറയുന്നത്. ഇക്വേറ്ററിൻ്റെ മെഷർമെൻറ്റ് ഡിഗ്രിയിലാണ്. എല്ലാം നമ്മൾ ഇക്വേറ്ററും പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡും എല്ലാം ഡിഗ്രിയിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഇക്വേറ്ററിൻ്റെ 0 ഡിഗ്രിയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇതിന് മുകളിലോട്ട് പോകും തോറും ഇങ്ങനെ ഇതെവിടെ നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ, 30 ഡിഗ്രി 60 ഡിഗ്രി അങ്ങനെ നമുക്ക് ഈ നോർത്ത് പോളിലേക്ക് വരുമ്പോൾ അത് 90 ഡിഗ്രി നോർത്തും സൗത്ത് പോളിൽ 90 ഡിഗ്രി സൗത്തും ആയിരിക്കും. അതുപോലെ ഇക്വേറ്ററും ക്ലൈമറ്റും തമ്മിൽ ബന്ധമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇക്വേറ്ററിനോട് അടുത്ത ഭാഗമായിരിക്കും ഏറ്റവും ചൂടിയ കൂടുതൽ. അതിനെ നമ്മൾ ടോറിഡ് സോൺ എന്നാണ് പറയുന്നത്, ടോറിഡ് സോൺ. ഇനിയും ഈ ടോറിഡ് സോൺ കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകും തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും, ഹോട്ട്നെസ് കുറഞ്ഞു വരും. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഹോട്ട്നെസ് കുറഞ്ഞു വരും. അപ്പോൾ ഈ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്ന, അവിടെ ഇപ്പം ഇക്വേറ്ററിൻ്റെ അടുത്തുള്ള അത്രയും ഉണ്ടായിരിക്കത്തില്ല, ടെമ്പറേറ്റ് സോണാണ്. ഏകദേശം നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ആവറേജ് ക്ലൈമറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇങ്ങനെ നോർത്തിലേക്ക് വരുമ്പോൾ, അതായത് പോൾസിലേക്ക് വരുമ്പോൾ, ഇത് ഈ നോർത്ത് എന്ന് പറയുന്നതും സൗത്ത് എന്ന് പറയുന്നതും സെയിം തന്നെയാണ് കേട്ടോ. താഴോട്ട് പോകുമ്പോഴും ഈ ക്ലൈമറ്റ് വ്യത്യാസം സെയിം തന്നെയാണ്. ഇക്വേറ്ററിൻ്റെ അടുത്ത് ഭയങ്കര ചൂടായിരിക്കും, അത് ടോറിഡ്. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ടെമ്പറേറ്റ്. സൗത്ത് പോളിലേക്ക് ചെല്ലുമ്പോൾ അത് ഫ്രിജിഡാണ്. ഫ്രിജിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. നമുക്കറിയാമല്ലോ പോൾസിൽ വളരെ തണുപ്പ് കൂടുതലാണെന്ന്. ആ അവസ്ഥയിലാണ്. അപ്പോൾ ക്ലൈമറ്റും ഈ പാരൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡും തമ്മിൽ ബന്ധമുണ്ട്. ഇനി നമ്മൾ പറയുന്നത് അടുത്ത സെക്ഷനാണ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് രേഖാംശ രേഖകളെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. Imagine now that you travel from North Pole to South Pole by the shortest possible line. Observe the globe. You will see instead of passing through Europe and Africa, you could just as well pass through Asia. The distance would be the same. These lines are called meridians of longitude. They are all half circles running from one pole to another. നമുക്കിനി പറയുന്നത്, നമ്മളിപ്പം ലാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരയ്ക്കുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അതിന് നമ്മൾ പറയുന്നത് പ്രൈം മെറിഡിയൻ എന്നാണ്. ഈ പ്രൈം മെറിഡിയന് പാരലായിട്ടും നമുക്ക് ലൈൻസ് ഉണ്ട്. ഇത് നമ്മൾ ഇതിനെന്താണ് പറഞ്ഞിരുന്നത്, ഇത് പാരൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞത്. ഇത് മെറിഡിയൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്നാണ് ആ ലൈൻസിന് പറയുന്നത്. ഇതും ഹാഫ് സർക്കിളാണ് കേട്ടോ. ഇപ്പോൾ ഇക്വേറ്ററിനെ നമ്മൾ ഇങ്ങനെയാണ് എർത്തിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരുന്നതെങ്കിൽ എന്താണ് പ്രൈം മെറിഡിയൻ ചെയ്യുന്നത് ഈ രീതിയിലാണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട്, അതും നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇത് ഈസ്റ്റാണ്, ഇങ്ങോട്ട് ഇത് വെസ്റ്റ്. നിങ്ങളതൊക്കെ ഓർത്തിരുത്തണം കേട്ടോ. മുകളിലേക്ക് നോർത്ത്, താഴേക്ക് സൗത്ത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ഇതും ഡിഗ്രിയിൽ തന്നെയാണ് പറയുന്നത് കേട്ടോ. പ്രൈം മെറിഡിയൻ എന്ന് അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെയുണ്ട്, ഇവിടെ അതുപോലെ ഇക്വേറ്ററിനെ ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റും, കണ്ടോ. And you will also learn in science that the earth spins on its axis. To put it simply, let us place a desk lamp a little away from our globe, focus it on, and imagine that this is the sun illuminating the earth. Slowly rotating the globe eastward, we can note that
For some places of the earth is morning, while for others it's midday or evening or night. When it's breakfast time in one country, it's a lunch time in another, and third country people fast asleep. That's why by measuring the longitude of a place, we will also measuring the time of that place now. ഇനി നമ്മൾ പറയുന്നത് ഇപ്പം ഈ പ്രൈം മെറിഡിയൻ ഇങ്ങനല്ലേ നമ്മൾ വരച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം ആക്സസിലൂടെ നമുക്ക് ഈ ഗ്ലോബ് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു ഗ്ലോബ് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളിവിടെ ഒരു ക്യാൻഡിലോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലോബിന് ആക്സിസ് ഓഫ് റൊട്ടേഷനിലൂടെ നമ്മളിങ്ങനെ കറക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് വരുന്നിടത്ത് വെളിച്ചം ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് ഡാർക്കായിരിക്കും. ഈ ഭാഗം ഡാർക്കായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സണ്ണൊരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണെന്ന് അറിയാമല്ലോ, സൂര്യൻ. അത് സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കുന്ന. അപ്പം നമ്മുടെ എർത്ത് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. എർത്ത് കറങ്ങുമ്പോൾ ഈ സണ്ണിന് നേരെ വരുന്ന, അതല്ലെങ്കിൽ വെളിച്ചത്തിന് നേരെ വരുന്നുള്ള ഭാഗങ്ങൾ നല്ല ഡേ ടൈം ആയിരിക്കും. ഇതിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് ഓരോ സമയം ഇങ്ങനെ ഈവനിങ് ആവും. പിന്നെ ഏറ്റവും പുറകുവശത്തേക്ക് വരുമ്പോഴത്തേക്ക് അത് ഒട്ടും തന്നെ വെളിച്ചം കിട്ടുന്നില്ല. അതെന്താണ്, നൈറ്റായിട്ട് മാറും. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്ന മെറിഡിയനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമ്മളെപ്പോഴും ഓർത്തോണം. To measure the longitude, we need to define a reference point called the prime meridian. It also called Greenwich meridian because in the year 1884, some nations decided that meridian passing through Greenwich, an area of London in England, would become the international standard of the prime meridian. It is marked 0 degree longitude. നമ്മൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന് ഇക്വേറ്റർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൈം മെറിഡിയൻ. ഈ പ്രൈം മെറിഡിയൻ ബേസ് ചെയ്താണ് നമ്മൾ സമയം പറയുന്നത്. അപ്പം ഈ ഗ്രീൻവിച്ച്, ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലത്തൂടാണ് ഇത് പോകുന്നത് എന്നാണ് കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലണ്ടനിലെ ഗ്രീൻവിച്ച് ഇത് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1884 ലണ്ടൻ, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സ്ഥലം വളരെ ലോകത്തിൻ്റെ തന്നെ ലോകശക്തി കേന്ദ്രമായിരുന്നു ഇംഗ്ലണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് മറ്റ് രാജ്യക്കാരെ അംഗീകരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് 1884 നടന്ന മീറ്റിങ്ങിൽ, അന്ന് അങ്ങനെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള കാര്യം പല രാജ്യങ്ങളും പല സമയമായിരുന്നു പറയുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. ഒരു രാജ്യത്ത് ഒരു സമയം, ആ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ വേറൊരു സമയം. അന്ന് ഷിപ്പ് യാത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ടോട്ടൽ കൺഫ്യൂഷനായി, ദിവസങ്ങളും സമയവും എല്ലാമായിട്ട്. അതുകൊണ്ട് അതിനെ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. അതായത് എല്ലാ രാജ്യക്കാർക്കും ഒരു സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടായിരിക്കണം എന്ന നിയമം, എന്നൊരു ആശയം കൊണ്ടാണ് 1884 ഒരു സമ്മേളനം നടത്തുകയും ഇംഗ്ലണ്ടിൽ ഗ്രീൻവിച്ചിലൂടെ പാസ് ചെയ്യുന്ന മെറിഡിയനെ ഒരു പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ അത് ബേസ് ചെയ്ത് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനും ഡിസൈഡ് ചെയ്തത്. Just as latitude is a measure as the distance from the equator if we travel towards one of the poles, longitude is a measure of distance from the prime meridian travel along the equator. Longitude is measured degrees westward to eastward. It is increased the value from 0 degree to 180 with the letter W or E is added. For instance, using round figures, New York longitude is 74 degree west, while Delhi is 77 degree east and Tokyo is 140 ഡിഗ്രി ഈസ്റ്റ്. അതായത് നമ്മുടെ ഗ്ലോബിൻ്റെ മാർക്കിംഗ് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഇക്വേറ്ററിൽ നിന്ന് നമുക്ക് നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് വെസ്റ്റും ഈസ്റ്റും നമ്മൾ ഈ രണ്ട് ഈസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടും ഇത് വെസ്റ്റ്, അതുപോലെ മുകളിലേക്ക് പോകുന്നത് നമ്മൾ നോർത്താണ്, താഴേക്ക് സൗത്ത്, ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇത് നോക്കിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലോബിനകത്തിൽ നമുക്കിപ്പോൾ പറയുകയാണ്, ഇതാ ഇവിടെ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് നോക്കിയേ. ഈ ഒരു പോയിന്റിൽ നമ്മൾ ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന് നേരെയുള്ള നോക്കണം.
നോർത്തിലേക്കുള്ള എത്രയാണ് 40 ഡിഗ്രിയിലാണ് വന്നിരിക്കുന്നത്. ആണോ? 40 ഡിഗ്രി നോർത്ത്. അതുപോലെ വെസ്റ്റിലാണ്, ഈ പ്രൈം മെറിഡിയൻ്റെ വെസ്റ്റിലായിട്ടാണ് കണ്ടത് അല്ലേ? അപ്പോൾ വെസ്റ്റിലായിട്ട് വരുന്നത് ഈ താഴോട്ട് വരുന്നത് നോക്കണം. അതും എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ 40 ഡിഗ്രി നോർത്ത്, 30 ഡിഗ്രി വെസ്റ്റ് ആണ് ഈ തന്നിരിക്കുന്ന ഈ പ്ലേസ് എന്ന്. അങ്ങനെ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്ന ഇത്, ഈ വര, ഈ പ്രൈം മെറിഡിയന് പാരലായിട്ട് കുറേ വരകളുണ്ട്. അത് മെറിഡിയൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നു. അതുപോലെ ഇക്വേറ്ററിന് പാരലായിട്ടുള്ളത് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്നും പറയുന്നു. ഇത് ഡിഗ്രിക്കൊന്നും വ്യത്യാസമില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത്, ഈ പ്രൈം മെറിഡിയൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇത് ഒരു സ്പിയറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ മെറിഡിയൻസ് മൊത്തം കൂടെ 360 ഡിഗ്രി എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? ഒരു സർക്കിളിന് 360 ഡിഗ്രി ആണല്ലോ കോണളവ്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഇത് മൊത്തത്തിൽ 360 ആണെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് നടുക്കൂടെ വരുന്ന വര 180 ആയിരിക്കും. അതായത് ഹാഫ് സർക്കിൾ 180 ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഈ പ്രൈം മെറിഡിയൻ 0 എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന്. ഇതിന് ഓപ്പോസിറ്റ് ഒരു വര ഉണ്ടായിരിക്കുമല്ലോ. അതായത് ഇപ്പോൾ ഇതൊരു സർക്കിൾ ആണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഒരു സ്പിയർ ആണെങ്കിൽ, സർക്കിളല്ല സ്പിയർ ആണെങ്കിൽ, ഇതിന് ഈ നമുക്ക് കാണാവുന്ന വര ഒരു സ്ഥലം അതിന് ഒരു മറുവശം ഉണ്ടായിരിക്കും. ഒരു ബോൾ തന്നെ ആലോചിക്കുക. ഒരു ബോളിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നമ്മൾ ഒരു വശത്ത് വരെ വരയിട്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മറുവശം അല്ല, അതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട് അല്ലേ, മുകളിൽ നിന്നും താഴേക്ക് വരയ്ക്കാൻ. അത് നമുക്ക് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 0 ഡിഗ്രി ആണെങ്കിൽ മറ്റേത് 180 ഡിഗ്രി. അപ്പോൾ 0 to 180 ആണ് ഇതിൻ്റെ ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ കേൾക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. And as you can see, the globe in meridians of longitude 180 degree west and 180 degree east are the same longitude. So this longitude is noted 180 omitting the letter west or east. അതായത് നമ്മൾ 0യും പ്രൈം മെറിഡിയൻ്റെ ഓപ്പോസിറ്റിലൂടെയുള്ള സെയിം വരയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. Latitude and longitude together are two coordinates of a place. With them, you can now able to locate any place on the earth. അപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എങ്ങനെ അത് കാണിച്ചു തന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന്. അതുപോലെ ഞാൻ കാണിച്ചു വെച്ചാൽ വെസ്റ്റിലും നോർത്തിലുമായിട്ട്, അതുപോലെ തന്നെ ഈസ്റ്റിലും നോർത്തിലുമായിട്ടും ഈസ്റ്റിലും സൗത്തിലുമായിട്ടും വെസ്റ്റിലും സൗത്തിലുമായിട്ടും ഒക്കെ നമുക്ക് സ്ഥലങ്ങൾ അടയാളപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം ഈ കണ്ടില്ലേ, ഗ്ലോബിന് ഈ ഇങ്ങനെയുമുണ്ട് വര, ഇങ്ങനെയുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എല്ലാ ലൈൻസും കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെ നമ്മൾ ഗ്രിഡ് ഫോർ എ ഗ്ലോബ് എന്നാണ് പറയുന്നത്. ഇഫ് ദ ഗ്ലോബ് ഓർ അറ്റ്ലസ് ഇൻ യുവർ ക്ലാസ് ആൻഡ് വെൽ മാർക്ക് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്, ട്രൈ ടു നോട്ട് ഡൗൺ അപ്രോക്സിമേറ്റ് വാല്യൂസ് ഓഫ് ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ഓഫ് മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ, പാരീസ്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ള ആക്ടിവിറ്റിയാണ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ പറയുവാണേ. അത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് പറയുന്ന മെറിഡിയൻ, അതായത് നമ്മുടെ ടൈം സോൺ എന്ന് പറയുന്നത് ഇതാണ്. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഇത്. അപ്പോൾ നമ്മൾ ഇക്വേറ്റർ, അതായത് ഈ പ്രൈം മെറിഡിയൻ വെച്ചിട്ടാണ് നമ്മൾ ഭൂമിയെ രണ്ടായിട്ട് കാണുന്നതെങ്കിൽ അതൊരു വെസ്റ്റേൺ ഹെമിസ്ഫിയറും ഈസ്റ്റേൺ ഹെമിസ്ഫിയറും. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ സ്പിയറിൻ്റെ പകുതി. സർക്കിളിന് നമ്മൾ ഹാഫ് സർക്കിൾ എന്ന് പറയുന്നതല്ലേ സെമി സർക്കിൾ എന്ന് പറയും. എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഒരു സ്പിയറിൻ്റെ പകുതിക്ക് നമ്മൾ പറയുന്ന പേര് ഹെമിസ്ഫിയർ എന്നാണ്. അപ്പം പ്രൈം മെറിഡിയൻ വെച്ചിട്ട് നമുക്ക് വെസ്റ്റേൺ ഹെമിസ്ഫിയറും ഈസ്റ്റേൺ ഹെമിസ്ഫിയറും കാണാൻ പറ്റും. ഇക്വേറ്ററിലൂടെയാണ് നമ്മൾ ഈ ഭൂമിയെ രണ്ടായിട്ട് കാണുന്നതെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സതേൺ ഹെമിസ്ഫിയർ എന്നും പറയപ്പെടുന്നു. ഇത് നമ്മൾ ഇക്വേറ്ററിനെ ബേസ് ചെയ്ത് ഭൂമി രണ്ടായിട്ട് ഇരുന്നാൽ എങ്ങനെയാണ്, പ്രൈം മെറിഡിയനെ ബേസ് ചെയ്ത് ഭൂമി രണ്ടായിട്ട് ഇരുന്നാൽ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡോണ്ട് മിസ് ഔട്ട് ദ ഗ്രീൻവിച്ച് മെറിഡിയൻ ഈസ് നോട്ട് ദ ഫസ്റ്റ് പ്രൈം മെറിഡിയൻ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഗ്രീൻവിച്ച് മെറിഡിയൻ ആണ് നമ്മളിപ്പം ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷേ സത്യത്തിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ അല്ലായിരുന്നു ശരിക്കും ആദ്യ കാലത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഓരോ രാജ്യങ്ങൾക്കും ഓരോന്ന് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ മധ്യരേഖ എന്ന് പറയുന്ന മിഡിൽ ലൈൻ എന്ന ഒരു ലൈൻ കണ്ടുപിടിക്കുക, അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു
അത് നമ്മുടെ സമയം കണക്കാക്കുന്നത്. അപ്പോൾ ഉജ്ജയിനി എന്ന് പറയുന്ന സ്ഥലം, അതായത് ഇന്ന് ഉജ്ജയിൻ എന്ന് പറയുന്നത്, പണ്ട് ഉജ്ജയിനി എന്ന് പറയുന്ന സ്ഥലത്തുകൂടായിരുന്നു 1500 വർഷങ്ങൾക്ക് മുമ്പ് വരാഹമിഹിര എന്ന് പറയുന്ന ആസ്ട്രോണമറാണ് ഇതിനെക്കുറിച്ച് കൂടുതലുള്ള കണ്ടെത്തുകയും അത് മനസ്സിലാക്കുകയും ചെയ്തത്. Indian astronomers were aware of the concept of latitude and longitude, including the need of zero or prime meridian. The Ujjaini meridian became a reference for calculation in all Indian astronomical texts. ഇത് പഴയ കാലത്ത്, അതായത് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന കാര്യമാണ് പറയുന്നത്. അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ, ആസ്ട്രോണമേഴ്സൊക്കെ ഈ ഉജ്ജയിനിയിലൂടെ കടന്നുപോയ മധ്യരേഖ എന്ന് പറയുന്ന പ്രൈം മെറിഡിയൻ ആയിരുന്നു ബേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരുന്നത്. ഇവിടെ നമുക്കത് ഈ സ്ക്വയർ ബോക്സസ് ഉള്ള ഇന്നത്തെ സിറ്റികളാണ് കേട്ടോ. ഡൽഹി, കൊൽക്കത്ത, ഇതൊക്കെ ഇന്നത്തെ. ഈ റൗണ്ടിൽ കാണുന്ന പണ്ട് ഈ 1500 വർഷം മുമ്പ് ഉണ്ടായിരുന്നതാണേ. അതായത് കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലം, പിന്നെന്താ ഉജ്ജയിനി എന്ന് പറയുന്ന സ്ഥലം, ഇന്ന് ഉജ്ജയിൻ എന്നറിയപ്പെടുന്ന ഉജ്ജയിനി, മഹിഷ്മതി. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നത്. ഇന്നത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഈ റെക്റ്റാങ്കുലർ ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു രേഖയിലാണ് നമ്മൾ ഇന്ത്യയുടെ പ്ലേസ് മാറുന്നില്ല, ഇതിൻ്റെയൊക്കെ സ്ഥലങ്ങളുടെയൊക്കെ പേര് മാറിയും സിറ്റീസ് മാറിയെങ്കിലും നമ്മുടെ നോക്കി പ്ലേസ് 75.5 ഡിഗ്രി ഈസ്റ്റ് എന്നുള്ള ആ സ്ഥലം മാറുന്നില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ഇന്ത്യയുടെ മെറിഡിയൻ്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇന്ത്യ ഏതൊക്കെ രേഖകളിലൂടെ കടന്നു പോകുന്നു ഉണ്ടോ. 70 ഡിഗ്രി ഈസ്റ്റും 80 ഡിഗ്രി ഈസ്റ്റുമായിട്ടാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ. അതുപോലെ നോർത്ത് പറയുമ്പോൾ എത്രയാണ്, 30 ഡിഗ്രി നോർത്തും അല്ലേ, 30 ഡിഗ്രി 20 ഡിഗ്രി. അപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ, ഏത് സ്ഥലത്താണ് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങൾ ഏത് രേഖാംശ രേഖയിലാണ്, ഏത് ലോഞ്ചിറ്റ്യൂഡിലാണ്, ഏത് ലാറ്റിറ്റ്യൂഡിലാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഇനി അണ്ടർസ്റ്റാൻഡിങ് ടൈം സോൺ, നമ്മളെങ്ങനെയാണ് ഈ ടൈം സോൺ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. Let us make the globe rotate again from west to east. That is how our planet spin around the axis, making a full turn 24 hours. അതായത് ഞാൻ പറഞ്ഞല്ലോ 360 ഡിഗ്രിയാണ് ഈ മൊത്തത്തിൽ ഈ സ്ഫിയറിൻ്റെ അളവായിട്ട് നമ്മൾ, അതായത് സർക്കിളിൻ്റെ ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 24 മണിക്കൂറാണ് ഒരു ദിവസം. അപ്പോൾ ഒരു രേഖ, ഒരു ആക്സിസ് എന്ന് പറയുന്നത്, അതായത് ഒരു ഫുൾ ടേൺ 360 ആണെങ്കിൽ 15 ഡിഗ്രി പെർ അവർ, ഓരോ മണിക്കൂറും 15 ഡിഗ്രിയാണ് വ്യത്യാസം വരുന്നത്. 360 അല്ലേ മൊത്തം ഉള്ളത്, 360 ഡിവൈഡഡ് ബൈ 24 ആണ്. 360 ഡിവൈഡഡ് ബൈ 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 15 ആണ് കിട്ടുന്നത്. അപ്പോൾ ഓരോ 15 ഡിഗ്രിയിലും ഓരോ മണിക്കൂർ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. Moving eastward from prime meridian, we get 0 degree, 15 degrees, 30 degree, 45 degree, and so on. Every 15 up to 180 degree east. It is same as adding the 1 hour in local time with each meridian. If it is 12 p.m. at noon in Greenwich, it is 1 p.m. local time in 15 degree east, and 2 p.m. at 30 degree, and so on. But going westward, it is another way out. 11 a.m. local time at 15 ഡിഗ്രി വെസ്റ്റ്. ഇതിപ്പോൾ നിങ്ങൾക്കൊരു ഇത് സംശയം തോന്നും, ഇതെന്താ അങ്ങനെയെന്ന്. അപ്പോൾ നമ്മൾ പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് ഇതാണല്ലോ, അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ 0 ഡിഗ്രി ആണ് പറയുന്നത്. ഇവിടുന്ന് 15 ഡിഗ്രി വ്യത്യാസം വരുമ്പോൾ 15 ഡിഗ്രി നമ്മൾ ഇങ്ങോട്ട് സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഈസ്റ്റിലേക്ക് സഞ്ചരിക്കുക. ഇങ്ങനെ ഈസ്റ്റിലേക്ക് സഞ്ചരിച്ച് പോകുമ്പോൾ ഓരോ 15 ഡിഗ്രിയിലും ഓരോ മണിക്കൂർ കൂടിക്കൊണ്ടിരിക്കുന്നു. ഓരോ 15 ഡിഗ്രിയിലും. അപ്പോൾ 15 ഡിഗ്രി ഈസ്റ്റിലേക്ക് പോകുമ്പോൾ 12 മണി എന്നുള്ള 1 മണിയായിരിക്കും. 30 ഡിഗ്രി ഈസ്റ്റിലോട്ട് പോകുമ്പോൾ അത് 2 മണിയായി. 45 ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ എത്രയായി? 3 മണിയായി. ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് ഈസ്റ്റിലേക്ക് വരുന്നവരും ഓരോ മണിക്കൂർ കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ വെസ്റ്റിലേക്ക് പോകുമ്പോൾ നേരെ തിരിച്ചാണ്. വെസ്റ്റിലേക്ക് പോകുമ്പോൾ ഈ ഓരോ 15 ഡിഗ്രിയിലും ഓരോ മണിക്കൂർ കുറഞ്ഞാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ 12 മണിയാണ് ഗ്രീൻവിച്ചിലെ ടൈമെങ്കിൽ
15 ഡിഗ്രി അപ്പുറത്തുള്ളത് 1 മണിയായിരിക്കും. 30 ഡിഗ്രി വെസ്റ്റിലുള്ളത് 10 മണിയായിരിക്കും. 45 ഡിഗ്രി വെസ്റ്റിലുള്ള സ്ഥലത്ത് 45 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഈ ഗ്രീൻവിച്ച് മെറിഡിയനെ ബേസ് ചെയ്താണ് മൊത്തം സ്ഥലത്തെ സമയം കണക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 12 മണിയാണെങ്കിൽ ആ 12 മണിയുടെ സമയത്ത് തന്നെ ഈ ഓരോ സ്ഥലത്തും 1, 2, 3 എന്ന സമയവ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, 2 friends, one sitting in the Porbandar and other in Assam are speaking on the phone late afternoon. ഉച്ച കഴിഞ്ഞിട്ട് അസമിലും ഗുജറാത്തിലും ഇരിക്കുന്ന 2 പേര് സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു സംസാരത്തിന് കാരണം ഒന്നാണ്. ഇറ്റ്സ് നൗ ഡാർക്ക്. അസംകാരൻ പറയുന്നു ഇന്നിപ്പം ഡാർക്കായത്. അപ്പം നമ്മുടെ പോർബന്ദർ ഇരിക്കുന്ന പറയുന്നത് ബട്ട് ഇറ്റ് സ്റ്റിൽ ഫുൾ ഡേ ഹിയർ. ഇവിടെ പക്ഷേ ഇരുട്ടൊന്നും ആയിട്ടില്ല, ഇനി ഇരുട്ടാവാൻ സമയമുണ്ട്. അപ്പം എന്തായിരിക്കും അതിന് കാരണം? ഈ ഡിഗ്രിയിലുള്ള വ്യത്യാസമാണ്. അപ്പം നമ്മൾ ഓരോ 15 ഡിഗ്രിക്കും സമയവ്യത്യാസം വരുന്നു എന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഡാർക്കാണേലും അല്ലെങ്കിലും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തെ ബേസ് ചെയ്ത് ഇന്ത്യയിൽ മുഴുവനും ഒരു സമയം. അപ്പം അല്ലെങ്കിൽ നമുക്കിപ്പോൾ കേരളത്തിൽ ഒരു സമയം, ഗുജറാത്തിൽ വേറൊരു സമയം, ആസാമിൽ വേറൊരു സമയം, അങ്ങനെ ആയി പോകത്തില്ലേ? അപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കൃത്യമായി നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ടൈം ബേസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് മീൻ ടൈമിനേക്കാട്ടിൽ 5.5 മണിക്കൂർ കൂടുതലാണ് നമ്മുടെ ഇന്ത്യയുടെ സമയമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻവിച്ചിൽ 12 മണിയാണെങ്കിൽ നമ്മുടെ സമയത്ത് 5.5 ആയിരിക്കും, വൈകിട്ട് 5.5 സമയമായിരിക്കും ആയിരിക്കുന്നത്. അപ്പോൾ 5.5 മണിക്കൂർ കൂടുതലാണ് നമ്മുടെ ഇന്ത്യയുടെ സമയം എന്ന് പറയുന്നത്. ഓൾ ദി സ്റ്റാൻഡേർഡ് ടൈംസ് ആർ ഒറിജിനൽ ഇൻ ടൈം സോൺ വിച്ച് ബ്രോഡ്ലി ഫോളോ ദ സോൺ 15 ഡിഗ്രി ഇൻ ദ ഗ്രാഫ്. We can see that the lines dividing the time zone is not fully straight. This is because we have respect each country's standard time. അതായത് നമ്മൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇത് ടൈം സോൺ ആണ് ഡിസൈഡ് ചെയ്ത്. ഇതിലെ നോക്കിയേ, ഇത് ഗ്രീൻവിച്ച് മീൻ ടൈം ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് കൂടുതലും ഇപ്പുറത്തോടൊക്കെയാണ്. അതായത് ശരിക്കും ഇത് ഓഷ്യനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയവ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് ഇത് ഓഷ്യനിലൂടെയാണ് നമ്മൾ കൂടുതൽ. ഇപ്പോൾ ഈ വരയെന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മെറിഡിയൻ്റെ ഓപ്പോസിറ്റാണ്. അതിപ്പം നമ്മൾ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് പറയുമ്പോൾ എല്ലാം ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്നല്ല, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മെറിഡിയൻ ഉണ്ടല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഗ്ലോബിന് നമ്മളൊരു ബോൾ വരച്ച് അതിന് ഓപ്പോസിറ്റിലുള്ള ലൈൻ എന്ന് പറഞ്ഞ പോലെയുള്ള വരയാണിത്. ഇതാണ് നമ്മുടെ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഡേറ്റ് ലൈൻ കണ്ടോ, ഇവിടെയൊക്കെ വ്യത്യാസം വെള്ളത്തിലൂടെ തന്നെ പോകത്തക്ക രീതിയിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഓരോ മണിക്കൂർ കൂടും. അങ്ങനെ കൂടിക്കഴിയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന സമയത്ത് ഏകദേശം 12 മണിക്കൂർ കൂടും. 12 മണിക്കൂർ കൂടുമെന്ന് പറയുമ്പോൾ അടുത്തൊരു ദിവസത്തിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ഒരാളിങ്ങനെ സഞ്ചരിച്ച് ഈസ്റ്റിൽ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് വെസ്റ്റിലേക്ക് പോവുകയാണെന്ന് വിചാരിച്ചു. അങ്ങനാണെങ്കിൽ ഈ വെസ്റ്റിൽ അയാൾ വരുന്നുണ്ടേ ഒരു ദിവസം. അപ്പം 30-ാം തീയതി സഞ്ചരിക്കുന്ന ഒരാൾ ഇവിടെ വരുമ്പോൾ 29-ാം തീയതി ആവും. ഒരു ദിവസം പുറകോട്ടാവും. മനസ്സിലായോ? അതേസമയം ഇവിടുന്ന് 29-ാം തീയതി പോട്ടെ, 30 തന്നെ നമുക്ക് എടുക്കാം. 30-ാം തീയതി തന്നെ ഇവിടുന്ന് 30-ാം തീയതി ഒരാൾ ഇങ്ങോട്ട് സഞ്ചരിക്കുന്നെന്ന് വെക്കോ, ഈ ആൾ ഇപ്പുറത്ത് വരുമ്പോൾ ഒരു ദിവസം കൂടും. 31-ാം തീയതി ആയിരിക്കും ഇവിടെ. കാര്യം എന്താ? ഇവിടെ നമ്മൾ സമയം കൂട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ സമയം കൂട്ടി ആയതുകൊണ്ടാണ് ഒരാൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു ദിവസം കൂടുകയും തിരിച്ചാകുമ്പോൾ ഒരു ദിവസം കുറയുകയും ചെയ്യുന്നത്. എന്തിനാണ് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കൂട്ടുന്നത്? സാധാരണ അതിന് കാരണം അവർ പറയുന്നത് നമ്മൾ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന ഒരു കാരണം കൊണ്ട് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം സൂര്യൻ അങ്ങനെ ഉദിക്കുന്നൊന്നും അല്ല, സൂര്യൻ സ്റ്റേഷനറി ഒബ്ജക്റ്റാണ്. പക്ഷെ നമ്മളങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് കിഴക്കോട്ടുള്ള സമയങ്ങൾ കൂടുതലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനെ കുറിച്ച് പറഞ്ഞു, ഈ 12 മണിക്കൂറിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചും പറഞ്ഞു. ഇതാണ് നമുക്ക് ഗ്ലോബിനകത്തിലെ ടൈം സോൺ എന്ന് പറയുന്നത്. ഇതവിടെ ഇന്ത്യയുടെ കണ്ടോ, +5.5, അതായത് 5 മണിക്കൂറും 5.5 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് നമ്മുടെ
സമയത്ത് ഇന്ത്യയിലുള്ളത്. ട്രാവലിംഗ് ഈസ്റ്റ്വേർഡ് യു സബ്സ്ട്രാക്ട് എ ഡേ. മനസ്സിലായില്ലേ? ഈസ്റ്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം കുറയ്ക്കുകയും ഇഫ് യു ക്രോസ് എ ട്രാവലിംഗ് വെസ്റ്റ്വേർഡ് യു ആഡ് എ ഡേ ഫ്രം ദ സൺഡേ ടു മൺഡേ. വി സെഡ് ദാറ്റ് ഇൻ്റർനാഷണൽ ഡേ ലൈൻ ഈസ് അപ്രോക്സിമറ്റ്ലി 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് as it is deviate in places. അപ്പം നമ്മൾ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താണ്, ഒരു ദിവസം ഈസ്റ്റിലൂടെ നമ്മൾ വെസ്റ്റിലേക്ക് പോവുക, അതാണ് ഓർക്കേണ്ടത്. നമ്മൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഒരു ദിവസം കുറയുകയും തിരിച്ചാണെങ്കിൽ ഒരു ദിവസം കൂടുകയും ചെയ്യും. ഇത്രയുമാണ് നമുക്ക് ഈ ലെസനെ പഠിക്കാനുള്ളത്. താങ്ക് യു. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ.